ആകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. ഉറപ്പിക്കെന്നെ എന്നാഥ, നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. നമ്മുടെ ജീവിതത്തിലെ ദൈവിക കരുതലുകൾ. ധനവാനായാലും ദരിദ്രനായാലും ഭാവിയെക്കുറിച്ചുള്ള ഭയത്തിനടിമകളാണ് എല്ലാ മനുഷ്യരും. ദൈവജനവും വ്യത്യസ്തരല്ല. അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ എന്ന് നാം ഘോരഘോരം പ്രസ്താവിക്കുമ്പോഴും എല്ലാ ചിന്താകുലങ്ങളും സ്വയം പേറി ജീവിക്കുന്നവരാണ് നാം എല്ലാം. മനുഷ്യരല്ലേ, അങ്ങനെ തന്നെ ആകത്തുള്ളൂ. ഭാവി സംബന്ധമായ ഭയങ്ങൾക്ക് ഹേതുവും ഇത് തന്നെയാണ്. പക്ഷേ സൃഷ്ടിയുടെ അവസാന ഘട്ടത്തിൽ ആദാമിനെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ തുടർ നടപടികൾ ഭാവിയെക്കുറിച്ച് നമുക്ക് ഏറെ ധൈര്യം പകരുന്നവയാണ്. മനുഷ്യനു വേണ്ടിയുള്ള ദൈവിക കരുതലിനെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ ആദാമിൻ്റെ ചരിത്രത്തിൽ നിന്നും നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയും. ഈ സന്ദേശം മുന്നോട്ട് ശ്രവിക്കുന്നതിന് മുൻപ് അല്പനിമിഷം നിന്നിട്ട് ആ അധ്യായം ഒന്ന് വായിച്ചിട്ട് തുടർന്ന് ഈ സന്ദേശം ശ്രവിക്കുന്നത് നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുന്നതിന് സഹായകരമായിരിക്കും. ആദാമിൻ്റെ സ്ഥാനത്ത് നമ്മെ തന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ട്, നമ്മെ തന്നെ വെച്ചുകൊണ്ട് നമുക്ക് ഈ വേദഭാഗം ധ്യാനിക്കാം. ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, ഇതിൻ്റെ മുഖവര എന്ന നിലയിൽ അല്ലെങ്കിൽ മുഖ്യ വിഷയം എന്നുള്ള നിലയിൽ നമ്മുടെ ഭാവിയെക്കുറിച്ച് നമുക്ക് ഒരു കാരണവശാലും ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നാം ഉണ്ടാകുന്നതിന് മുൻപ്, ഉരുവാകുന്നതിന് മുൻപ് തന്നെ നമുക്ക് വേണ്ടിയുള്ള സകലവും ദൈവം കരുതി വെച്ചിട്ടുണ്ട്. അതെ, ആദാമിനെ ദൈവം സൃഷ്ടിച്ച സമയത്ത് ആദാമിനോട് കൂടെ തന്നെ അവന് വേണ്ടിയുള്ള സകലവും ദൈവം സൃഷ്ടിച്ചിരുന്നു. ആദാമിനെ ദൈവം സൃഷ്ടിച്ച സമയത്ത് അവൻ്റെ ഭാവിക്ക് വേണ്ടിയുള്ള സകലവും ദൈവം അവനോട് കൂടെ തന്നെ കരുതിയിരുന്നു, അല്ലെങ്കിൽ അവൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളടക്കം ചെയ്ത് ദൈവം സൃഷ്ടിച്ചിരുന്നു. അതുകൊണ്ട് നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടത് അക്കമിട്ട് പ്രസ്താവിക്കട്ടെ. 1, നാം ദൈവസൃഷ്ടിയാണ്. നാം സ്വയംഭൂവല്ല, എങ്ങനെയോ ഉണ്ടായി വന്ന ഒരു സത്വമല്ല. മാതാപിതാക്കളുടെ ശരീരശാസ്ത്രപരമായ സംഗമവും ഒരു മുഖാന്തരമായി എന്നതല്ലാതെ ശരിയായ അർത്ഥത്തിൽ നമ്മുടെ ഉൽപ്പത്തി അവരിൽ നിന്നല്ല. കാരണം അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുൻപ് തന്നെ നമ്മെ പേർച്ചൊല്ലി വിളിച്ച സൃഷ്ടാവിൻ്റെ സൃഷ്ടിയാണ് നാം. റിക് വാറൻ എഴുതിയ പർപ്പസ് ടു വൺ ലൈഫ് എന്ന ഗ്രന്ഥം വളരെ ഗുണകരമായ, പ്രയോജനപ്രദമായ ഒരു ഗ്രന്ഥമാണ്. അത് വായിക്കുന്നത് നിങ്ങൾക്ക് ഏറെ ആത്മീക ജീവിതത്തിൽ മുന്നോട്ട് നീങ്ങുന്നതിന് ഒരു ബലം പകരുന്നതിന് കാരണമായി തീരും. നമുക്ക് നമ്മുടേതായി ഒന്നുമില്ല. ശരീരം, ഉയരം, സൗന്ദര്യം, കഴിവ്, യോഗ്യത എല്ലാം ദൈവത്തിൻ്റെതാണ്. പുകഴുവാനായി നമ്മുടേതായി ഒന്നുമില്ല. നാം നമ്മുടേതല്ലെങ്കിൽ വേറെന്തുണ്ട് നമ്മുടേതായി? നമ്മുടെ അസ്തിത്വത്തെക്കുറിച്ച് നാം വില കുറച്ച് ചിന്തിക്കരുത്. നാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, നാം ദൈവത്തിൻ്റെ വകയാണ്. രണ്ടാമത്തെ സത്യം നാം മനസ്സിലാക്കേണ്ടത്, ആദാമിനു വേണ്ടി ദൈവം മനോഹരമായ ഒരു തോട്ടം ഉണ്ടാക്കി. മനുഷ്യനെ പടച്ച് വിശാലമായ ഒരു ഭൂമിയിലേക്ക് വിടുകയല്ല ദൈവം ചെയ്തത്. ഒരു നല്ല ജീവിതം നയിക്കുവാൻ ആവശ്യമായ എല്ലാ ചുറ്റുപാടുകളും സൗകര്യങ്ങളുമുള്ള ഒരു സ്ഥലം കൂടി ദൈവം അവനു വേണ്ടി സൃഷ്ടിച്ചു. ഫലങ്ങളാൽ നിറയപ്പെട്ട വൃക്ഷങ്ങൾ, തോട്ടത്തെ നനയ്ക്കുവാൻ നദികൾ, എല്ലാം ദൈവം കരുതി. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നാം ആലോചിക്കുക. ദൈവം നമ്മെ സൃഷ്ടിച്ചു. ലോകമാകുന്ന മരുഭൂമിയിൽ അലഞ്ഞു തിരിയുവാനായി ദൈവം ഇടവരുത്തുകയില്ല. ആദാമിനു വേണ്ടി കരുതിയ ദൈവം നമുക്ക് വേണ്ടി കരുതാതിരിക്കത്തില്ല. ഭാവിയെക്കുറിച്ച് വിചാരപ്പെടാതെ ദൈവത്തിൽ പൂർണ്ണ ആശ്രയം വെച്ചാൽ അവിടുന്ന് നമ്മെ അത്ഭുതകരമായി വഴി നടത്തും. ഏദൻ തോട്ടത്തിൽ ആദാം അനുഭവിച്ച ദൈവിക സഖിത്വം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിയും. അതെ, ഭയപ്പെടാതിരിക്കുക. നമ്മെ സൃഷ്ടിച്ചവൻ നമുക്കാവശ്യമായതും സൃഷ്ടിപ്പാൻ ശക്തനാണ്. മൂന്നാമത്തെ കാര്യം, തോട്ടത്തിൽ വേല ചെയ്യുക, അതിനെ കാക്കുക എന്ന ഒരു കൽപ്പന ദൈവം ആദാമിന് കൊടുത്തു. അലസതയ്ക്ക് ക്രിസ്തീയ ജീവിതത്തിൽ സ്ഥാനം ഇല്ല എന്ന് നാം മനസ്സിലാക്കണം. ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് അതിനുവേണ്ടി വേല ചെയ്ത് അതിനെ കാത്തുപരിപാലിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. ആദാമിനു വേണ്ടി ഒരു തോട്ടമുണ്ടാക്കിയതുപോലെ നമുക്കാവശ്യമായ ഒരു അനുകൂല സാഹചര്യം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. കുടുംബം, പ്രിയപ്പെട്ടവർ, സഭ, ജോലി മേഖലകൾ,
ഇവയെല്ലാം ദൈവം നമുക്ക് നൽകിയ തോട്ടങ്ങളാണ്. അവയ്ക്ക് വേണ്ടി വേല ചെയ്യുകയും അവയെ കാക്കുകയും ചെയ്യുക നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഈ വേലയ്ക്കും ഈ കാക്കലിനും ആത്മീയവും ഭൗതികവുമായ 2 മാനങ്ങൾ ഉണ്ട് എന്നും കൂടെ നാം അറിഞ്ഞിരിക്കുക. വചനത്താൽ, പ്രാർത്ഥനയാൽ, കൂട്ടായ്മയാൽ ഇവയൊക്കെ കാക്കുക ആവശ്യമാണ്. തോട്ടത്തിന് പുറത്ത് ഒരു പാമ്പ് ഉണ്ട് എന്നും കൂടെ മറക്കരുത്. അവനകത്ത് കയറുവാൻ ഇടയാകരുത്. വേല ചെയ്ത് തോട്ടത്തെ കാത്തില്ലെങ്കിൽ കയറാൻ പാടില്ലാത്ത പലതും തോട്ടത്തിനകത്ത് കയറും. അരുതാത്ത പല കളകളും അതിനകത്ത് വളരും. അതുകൊണ്ട് തോട്ടത്തെ സൂക്ഷിക്കണം, നാം വേല ചെയ്യണം. 4-ാമത്തെ കാര്യം, തോട്ടത്തിൽ പാലിക്കേണ്ട ചില കൽപ്പനകളുണ്ട്. സകല വൃക്ഷങ്ങളുടെയും ഫലം തിന്നാം, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത് എന്നൊരു കൽപ്പന ദൈവം, ഒരു വിലക്ക് അവർക്ക് ഏൽപ്പിച്ചിരുന്നു. എന്താകാം, എന്താകരുത് എന്ന ചിട്ടകളുള്ള ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. എങ്ങനെയും ജീവിക്കാം, എന്തും ചെയ്യാം എന്നുള്ളതല്ല ക്രിസ്തീയ ജീവിതം. നാം ദൈവസൃഷ്ടിയാണ്, തോട്ടവും ദൈവം നൽകിയതാണ്. അതുകൊണ്ട് തന്നെ നിയമങ്ങൾ ദൈവത്തിൻ്റെതാണ്, നമ്മുടേതല്ല. അനുസരണമില്ലാത്ത ഒരു ജീവിതം ക്രിസ്തീയ ജീവിതമല്ല. ദൈവത്തെ, ദൈവവചനത്തെ, ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരെ, കുടുംബത്തിലും സമൂഹത്തിലുമുള്ള അധികാര കേന്ദ്രങ്ങളെയെല്ലാം നാം അനുസരിക്കുകയും കൽപ്പനകൾ പാലിക്കുകയും ചെയ്തേ മതിയാകൂ. 5-ാമത്തെ കാര്യം, ഭാവിയുടെ നന്മയ്ക്കായിട്ട്, നമ്മുടെ ഭാവിക്കായി കരുതുന്ന ഒരു ദൈവമാണ് നമ്മുടെ സൃഷ്ടികർത്താവായ ദൈവം. മനുഷ്യൻ ഏകനായി ഇരിക്കുന്നത് നല്ലതല്ല എന്നറിഞ്ഞ് അവനു വേണ്ടി ദൈവം ഒരു തുണയെ ഉണ്ടാക്കി കൊടുത്തു. അതുവരെ ആദാമിന് ഭാവന ചെയ്യുവാൻ പോലും കഴിയാതിരുന്ന ഒരു കാര്യമായിരുന്നു അത്. അങ്ങനെ ഒരു സംവിധാനമോ ആൾ സാന്നിധ്യമോ ഇല്ലാതെ ഏകനായി ജീവിച്ചിരുന്ന ആദാമിനു വേണ്ടി ദൈവം അഗോചരമായത് കരുതിയിരുന്നു. നാം അറിയാത്ത, ആഗ്രഹിക്കാത്ത, പ്രതീക്ഷിക്കാത്ത, നമുക്ക് വിഭാവന ചെയ്യുവാൻ കഴിയാത്ത പോലും നന്മകൾ നമുക്ക് വേണ്ടി ഒരുക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഏകാന്തത എങ്ങനെ മാറും, എവിടെ നിന്നൊരു തുണ ലഭിക്കും എന്നൊന്നും ആദാമിന് അറിയില്ല. പക്ഷെ ദൈവത്തിന് എല്ലാം അറിയാം. പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും മാത്രം ചെയ്യുക. സ്വന്തം ബുദ്ധിയിൽ കുറുക്കുവഴികൾ തേടേണ്ട കാര്യമില്ല. നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ വിചാരങ്ങൾ തിന്മയ്ക്കല്ല, നന്മയ്ക്ക് തന്നെയാണ് എന്ന് ദൈവം ഉറപ്പ് തന്നിട്ടുണ്ട്. അതിനാൽ ഭാവിയെക്കുറിച്ചോർത്ത് ഭാരപ്പെടേണ്ട ആവശ്യം നമുക്കില്ല. 6-ാമത്തെ കാര്യം, നമ്മുടെ നന്മ നമ്മെ സൃഷ്ടിച്ചപ്പോൾ നാം അറിയാതെ നമ്മിൽ തന്നെ ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട്. ആദാമിന് എവിടെ നിന്നാണ് ഒരു കൂട്ട് ദൈവം കൊണ്ടുകൊടുത്തത്? ആദാമിൻ്റെ ശരീരത്തിനകത്ത് വാരിയല്ലുകൾ ഉണ്ടാക്കിയപ്പോൾ ദൈവം ഒന്ന് കൂടുതലുണ്ടാക്കി. പ്രിയപ്പെട്ടവരെ, ആ വാരിയല്ലാണ് രൂപവതിയായ ഒരു ഭാര്യയുടെ രൂപത്തിൽ ഇന്ന് അവൻ്റെ മുൻപിൽ നിൽക്കുന്നത്. ഒറ്റയ്ക്കാണെന്നും ഒന്നുമില്ലെന്നും ഒരു വഴിയുമില്ലെന്നും ആദാം കരുതിയപ്പോൾ അവൻ അറിയില്ലായിരുന്നു അവൻ്റെ ഉള്ളിൽ തന്നെ അവൻ്റെ ഒറ്റപ്പെടലിനെയും ഏകാന്തതയെയും മാറ്റുവാനുള്ളതായ ആ തക്ക തുണ ദൈവം അവൻ്റെ അകത്ത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നുവെന്ന്. നമുക്ക് ആവശ്യമായിട്ടുള്ളത് ദൈവം നമ്മിൽ തന്നെ കരുതിയിട്ടുണ്ട് എന്ന് നമുക്ക് എന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാ? ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ അത് നമ്മുടെ മുമ്പിൽ വരും. നിശ്ചയമായിട്ടും അത് വന്നിരിക്കും. തീയും വിറകുമുണ്ടായിട്ട് എന്താ കാര്യം? യാഗത്തിന് മൃഗമില്ലല്ലോ എന്ന് ഇസഹാക്ക് പരിഭവിക്കുമ്പോൾ കരുതുന്ന ദൈവത്തെ അബ്രഹാമിനറിയാം. ഉള്ള അപ്പം തിന്നിട്ട് മരിക്കുവാനാണ് വിധവയുടെ തീരുമാനമെങ്കിലും കലത്തിലെ മാവ് കുറയില്ല എന്ന് ഏലിയാവിനറിയാം. അതെ, നാം അറിയാത്ത നന്മകൾ നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമുണ്ട്. പ്രവാചകൻ പറഞ്ഞതുപോലെ, നിങ്ങൾ കാറ്റു കാണുകയില്ല, മഴയും ഉണ്ടാകില്ല, പക്ഷേ ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. 2 രാജാക്കന്മാർ 3-ാം അധ്യായം 17-ാം വാക്യമാണ്. 7-ാമത്തെ കാര്യം, നമ്മുടെ നന്മ ദൈവം നമ്മുടെ അടുക്കൽ കൊണ്ടുവരും. യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യൻ്റെ അടുക്കൽ, ആദാമിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. നമ്മുടെ നന്മ മറ്റാരുടെയും അടുക്കൽ പോകില്ല, അത് നമ്മുടെ അടുക്കൽ തന്നെ ദൈവം കൊണ്ടുവരും. അനുഗ്രഹത്തിൻ്റെ പുറകെ നാം അല്ല പോകേണ്ടത്, അനുഗ്രഹം നമ്മുടെ പുറകെയാണ് വരേണ്ടത്. സങ്കീർത്തനം 23:6, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഇത് നമ്മുടെ ഉറപ്പായിരിക്കട്ടെ പ്രിയ ദൈവമക്കളെ. യോഹന്നാൻ 16:22, നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളകയില്ല. ഇത് നമ്മുടെ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വാഗ്ദത്തമാണ്. അതിൽ ഉറച്ചു വിശ്വസിക്കുക. സംഖ്യാപുസ്തകം 23:20, അവൻ അനുഗ്രഹിച്ചിരിക്കുന്നു, എനിക്ക് അത് മറിച്ചുകൂടാ. യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ ശാപത്തിന് ഒരു സ്ഥാനവുമില്ല. പിശാചിന് നമ്മെ തകർക്കുവാൻ കഴിയില്ല. ശപിക്കുവാൻ ആരെങ്കിലും ശ്രമിച്ചാലും ആ വായിൽ നിന്ന് അനുഗ്രഹം മാത്രമേ നമുക്ക് വേണ്ടി പുറപ്പെടുകയുള്ളൂ. അതെ, നമ്മെ സൃഷ്ടിച്ച, നമ്മുടെ വർത്തമാനകാല ജീവിതത്തിനും ഭാവിക്കും വേണ്ടി ഒരുപോലെ കരുതുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതരാണ് നാം. പക്ഷെ സൂക്ഷിക്കുക,
വേല ചെയ്ത് തോട്ടത്തെ കാക്കണം. പുറത്തുള്ള പാമ്പ് ഇതിനുള്ളിൽ കടക്കുവാൻ ഇടയാകരുത്. നമുക്ക് വേണ്ടി കരുതുന്ന ദൈവം നമ്മെക്കുറിച്ച് കരുതിയപ്പോൾ നമുക്ക് വേണ്ടിയുള്ളത് കരുതിയിട്ടുണ്ട്. അതുകൊണ്ട് വിശ്വസിക്കുക, ഉറപ്പോടെ ധൈര്യത്തോടുകൂടെ മുന്നോട്ട് പോകുക. നമ്മുടെ ജീവിതത്തിലെ ദൈവിക കരുതലുകളെ നമുക്ക് ഇനിയും കാണുവാൻ ഇടയാകട്ടെ. ആമേൻ. യേശുവെ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. ഉറപ്പിക്കെന്നെ എന്നാഥ, നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ, ക്രിസ്തൻ മഹത്വ